Bahrain Roundup, brought to you by Lulu Exchange and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 29 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റൈനിലേക്ക് പുതുതായി നിയമിതരായ 9 രാജ്യങ്ങളുടെ അംബാസഡർമാരുടെ ഔദ്യോഗിക നയതന്ത്ര രേഖകൾ ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ രാജാവ് സ്വീകരിച്ചു. കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ അയർലൻഡ്, യൂറോപ്യൻ യൂണിയൻ, നോർവേ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ രാജാവിന് രേഖകൾ സമർപ്പിച്ചു. പുതിയ അംബാസഡർമാരെ സ്വാഗതം ചെയ്ത രാജാവ് വിദേശ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നതിൽ അഭിമാനം പ്രകടിപ്പിച്ചു. മേഖലയിൽ വെല്ലുവിളികൾ നിൽക്കുമ്പോഴും രാജ്യത്തെ അന്താരാഷ്ട്ര വിശ്വാസ്യതയ്ക്കുള്ള തെളിവാണ് ഈ നയതന്ത്ര സാന്നിധ്യമെന്ന് ഹമ്മദ് രാജാവ് വ്യക്തമാക്കി. ബഹ്റൈനും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ തന്ത്രപ്രധാന പങ്കാളിത്തവും സുരക്ഷാ സഹകരണവും കൂടുതൽ ശക്തമാക്കാൻ ധാരണയായി. ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയും US അംബാസഡർ സ്റ്റെഫാനെ ഹാലറ്റും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. സുരക്ഷാ ഏകോപനം മെച്ചപ്പെടുത്തൽ, സാങ്കേതിക വിവരങ്ങൾ പങ്കുവയ്ക്കൽ, മേഖലയിലെ സ്ഥിരത നിലനിർത്താനുള്ള സംയുക്ത പദ്ധതികൾ എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഭീകര സംഘടനകളിൽ പ്രവർത്തിച്ചതിനും രാജ്യത്തിനെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചതിനും ഹൈക്രിമിനൽ കോടതി 16 പേർക്ക് തടവ് ശിക്ഷ വിധിച്ചു. വെവ്വേറെ പരിഗണിച്ച 5 കേസുകളിലാണ് വിധി. 4 കേസുകളിലായി 14 പേർക്ക് ജീവപര്യന്തവും 15 വർഷം തടവും വിധിച്ച കോടതി ചിലർക്ക് 1 ലക്ഷം ദിനാർ വരെ പിഴയും ചുമത്തി. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജപ്രചാരണം നടത്തിയ 2 പേർക്ക് 10 വർഷം വീതം തടവും 2000 ദിനാർ പിഴയും വിധിച്ചിട്ടുണ്ട്. രാജ്യത്ത് 4 നിന്നായി വൻ മയക്കുമരുന്ന് ശേഖരവുമായി 9 പേരെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 22-നും 68-നും ഇടയിൽ പ്രായമുള്ള വിവിധ രാജ്യക്കാരാണ് പിടിയിലായത്. അന്താരാഷ്ട്ര വിപണിയിൽ 6,84,000 ബഹ്റൈനി ദിനാറിലധികം വിലമതിക്കുന്ന 9 കിലോഗ്രാമിലധികം ലഹരി വസ്തുക്കളാണ് സുരക്ഷാസേന പിടിച്ചെടുത്തത്. മയക്കുമരുന്ന് ശൃംഖലകൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഷീഷ കഫേകളുടെ സ്ഥലനിർണയത്തിലും രാത്രികാല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സമയം പരിമിതപ്പെടുത്തുന്നതിലും മുനിസിപ്പൽ കൗൺസിലുകൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്ന് മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ആവശ്യപ്പെട്ടു. ജനവാസ മേഖലകൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ എന്നിവയിൽ നിന്ന് മാറി മാത്രമേ ഷീഷ കഫേകൾക്ക് ലൈസൻസ് നൽകാനാവൂ എന്നും രാത്രികാല നിർമ്മാണങ്ങൾ മൂലമുള്ള ശബ്ദമലിനീകരണം തടയാൻ വ്യക്തമായ പ്രവൃത്തി സമയം നിശ്ചയിക്കണമെന്നും ചെയർമാൻ അബ്ദുൽ അസീസ് അൽനാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. പഴയ മുഹറഖ് നഗരത്തിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള പുനരുദ്ധാരണ പദ്ധതിയുടെ 1ാം ഘട്ടം 73% പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. 300ഓളം വീടുകൾ, 72 പൊതുചതുരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. പൈതൃക ശൈലി അതേപടി നിലനിർത്തിയാണ് നിർമ്മാണം. ഇതിനകം 247 വസ്തുവകകൾ ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. 12,000 ചതുരശ്ര മീറ്റർ ഹരിതമേഖലയും പ്രസിദ്ധമായ കാസിനോ ഗാർഡനും ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ബഹ്റൈൻ സമുദ്ര അതിർത്തിയിലെ 6 മാസത്തെ സീസണൽ ചെമ്മീൻ പിടുത്ത നിരോധനം ഓഗസ്റ്റ് 1 ശനിയാഴ്ച മുതൽ പിൻവലിക്കുമെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. ചെമ്മീനുകളുടെ പ്രജനനം ഉറപ്പാക്കാനാണ് ഫെബ്രുവരി മുതൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. വിലക്ക് നീങ്ങുന്നതോടെ ഫ്രഷ് ബഹ്റൈനി ചെമ്മീനുകൾ വിപണിയിൽ വീണ്ടും ലഭ്യമാകും. ഇത് ഉപഭോക്താക്കൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളിൽ നിന്ന് അന്യായമായി ഉയർന്ന ഫീസും പലിശയും ഈടാക്കുന്ന ബാങ്കുകൾക്കെതിരെ കർശന പരിശോധന ഏർപ്പെടുത്തണമെന്ന് MPമാരായ സൈനബ് അബ്ദുൽ അമീറും ഖാലിദ് ബു അനഖും ആവശ്യപ്പെട്ടു. ഉപഭോക്താക്കളെ കടക്കെണിയിലാക്കുന്ന ഇത്തരം നടപടികൾ തടയാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. 2026 WEC ബാപ്കോ എനർജി സെയ്റ്റ് അവേഴ്സ് ഓഫ് ബഹ്റൈൻ മോട്ടോർ റേസിംഗ് മത്സരം ഉപേക്ഷിച്ചതായി ലേമാൻസ് എൻഡ്യൂറൻസ് മാനേജ്മെന്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് തുക സ്വയം അക്കൗണ്ടുകളിലേക്ക് റീഫണ്ട് ചെയ്യുമെന്ന് ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് അറിയിച്ചു.
വ്യാജ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 22,250 ബഹ്റിനി ദിനാറിന്റെ തട്ടിപ്പ് നടത്തിയ ഏഷ്യക്കാരിയായ വീട്ടുജോലിക്കാരിക്ക് ഹൈക്രിമിനൽ കോടതി 5 വർഷം തടവും 1 ലക്ഷം ദീനാർ പിഴയും വിധിച്ചു. ഇലക്ട്രോണിക് സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്താണ് ഇവർ പണം തട്ടിയത്. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇവരെ നാടുകടത്തും. ഉടമയറിയാതെ വ്യാജരേഖകൾ ചമച്ച് വാഹനങ്ങൾ മറിച്ചുവിറ്റ 22-കാരന് ഹൈക്രിമിനൽ കോടതി 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇൻഷുറൻസ് നടപടികൾക്കായി ഏൽപ്പിച്ച വാഹനങ്ങളുടെ രേഖകളിൽ വ്യാജ ഒപ്പിട്ടാണ് യുവാവ് ഉടമസ്ഥാവകാശം മറ്റൊരാളിലേക്ക് മാറ്റിയത്. ഇ ട്രാഫിക് ആപ്പ് വഴി നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. ഒരേ ദിവസം 3 തവണ മാളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുകയും തടയാൻ ശ്രമിച്ച ഇന്ത്യൻ ജീവനക്കാരനെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും ആക്രമിക്കുകയും ചെയ്ത 24-കാരനായ ബഹ്റിൻ പൗരന് കോടതി 5 വർഷം കഠിന തടവ് വിധിച്ചു. ഗെയിമിംഗ് കോൺസോളുകളും വാച്ചുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മോഷ്ടിച്ച പ്രതിയെ ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സെവൻ ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അതിലിയ ഓറ ആർട്സിൽ നടന്ന യോഗത്തിൽ ജേക്കബ് തേക്കുതോട് പ്രസിഡന്റ്, തോമസ് ഫിലിപ്പ് ജനറൽ സെക്രട്ടറി, ബിബിൻ മാടത്തേത്ത് ട്രഷറർ, മനോജ് മയ്യന്നൂർ ചെയർമാൻ, MC പവിത്രൻ രക്ഷാധികാരി എന്നിവരെ പ്രധാന ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. പുതിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനവും ഓണാഘോഷവും വിപുലമായി നടത്താൻ യോഗം തീരുമാനിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.